ഹായ് ഫ്രണ്ട്സ്, എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ? ഒരുപാടുണ്ട് അല്ലേ? ഒരു എഞ്ചിനീയറായി ഏതെങ്കിലും സ്ഥാപനത്തിൽ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്നതിലും ഉപരിയായി ഈ ലോകത്ത് നിങ്ങളുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടാവും. പക്ഷേ ഒരുപാടൊന്നും കാണില്ല. എന്നാൽ അങ്ങനെയല്ല, നിങ്ങളിൽ പലർക്കും അത്തരത്തിൽ ലോകം ചർച്ച ചെയ്യുന്ന ഒരു ഐക്കണായി മാറാൻ സാധിക്കും. പവൻ കുമാർ ചന്ദനയെ പോലെ. അതാരാണെന്നല്ലേ? ചിലരൊക്കെ അദ്ദേഹത്തെപ്പറ്റി കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. IIT-യിൽ പഠനം, ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ISRO-യിൽ സയൻറ്റിസ്റ്റായി ജോലി. 6 വർഷം തികയും മുൻപ് 31-ാം വയസ്സിൽ ആ ജോലി ഉപേക്ഷിച്ച് റോക്കറ്റ് കമ്പനി തുടങ്ങുന്നു. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ റോക്കറ്റായ വിക്രം എസിൻ്റെ വിക്ഷേപണം നടക്കുന്നു. യെസ്, പവൻകുമാർ ചന്ദന ഒരു റോൾ മോഡലാവുകയാണ്. ഇന്ത്യയിൽ ISRO-യ്ക്ക് മാത്രമുണ്ടായിരുന്ന റോക്കറ്റ് വിക്ഷേപണ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുത്തതിന് പിന്നാലെയാണ് തെലങ്കാന ആസ്ഥാനമായ കൈറൂട്ടിന് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ റോക്കറ്റായ വിക്രം എസ് വിക്ഷേപിക്കാനായത്. US-ൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന സ്വകാര്യ വിക്ഷേപണ കമ്പനിക്ക് സമാനമായതിനാൽ ഇന്ത്യയുടെ സ്പേസ് എക്സ് എന്ന വിശേഷണവും കൈറൂട്ടിന് വന്നു ചേർന്നു. റോക്കറ്റ് 50 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ തന്നെ മിഷൻ വിജയമെന്നാണ് വിലയിരുത്തൽ. എങ്കിലും 80 കിലോമീറ്റർ വരെ പോകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ആ കണക്ക് കൂട്ടൽ തെറ്റിച്ച് 89.5 കിലോമീറ്റർ ദൂരമാണ് വിക്രം എസ് സഞ്ചരിച്ചത്. ആദ്യ വിക്ഷേപണത്തിൽ തന്നെ ഇത്രയും വലിയ വിജയം നേടാനായതിൻ്റെ ആവേശത്തിലാണ് പവൻകുമാർ. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ റോക്കറ്റുകളെ ഇഷ്ടപ്പെട്ടിരുന്ന പവൻ IIT ഖരഗ്പൂരിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തത്. ബിടെക് മാസ്റ്റേഴ്സ് പ്രൊജക്റ്റുകൾ IIT-യിലെ ക്രിയോജനിക് എഞ്ചിനീയറിംഗ് ലാബിലാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. ഈ ലാബ് ISRO-യുമായി വളരെ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. അന്ന് മുതലേ ISRO-യിൽ ജോലി ചെയ്യണമെന്ന് തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തുടർന്നാണ് 2012-ൽ IIT-യിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് ISRO എത്തുന്നതും പവന് ജോലി കിട്ടുന്നതും. 6 വർഷം തിരുവനന്തപുരം VSSC-യിൽ GSLV Mark III റോക്കറ്റ് ടീമിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് ഇന്നത്തെ ISRO ചെയർമാൻ S. സോമനാഥ്. വിക്രം എസ് സബ് ഓർബിറ്റൽ റോക്കറ്റായിരുന്നു. 1 വർഷത്തിനുള്ളിൽ വിക്രം 1 എന്ന ഓർബിറ്റൽ റോക്കറ്റ് വിക്ഷേപിക്കും. പ്രതിമാസം 1-2 വിക്ഷേപണങ്ങൾ നടന്നാൽ കമ്പനി ലാഭത്തിലാകും. 5 വർഷത്തിനുള്ളിൽ റീയൂസബിൾ റോക്കറ്റുകൾ വിക്ഷേപിക്കാമെന്നാണ് പവൻകുമാറിൻ്റെ പ്രതീക്ഷ. നമുക്കറിയാം, വെല്ലുവിളികൾ നിറഞ്ഞതും അതേസമയം ഒട്ടേറെ പ്രശംസ ലഭിക്കുന്നതുമായ മേഖലയാണ് സ്പേസ് എന്ന് പറയുന്നത്. ISRO-യിലെ ഒരു സേഫ് ജോബിൽ നിന്നും ഇത്തരത്തിലൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായി പവൻകുമാർ ചന്ദന തയ്യാറായ ആ കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും വേണ്ടത്. ശരിയാണ്, റിസ്ക്കാണ്. പക്ഷേ ഇത്തരം റിസ്കുകൾ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കൂ. IIT-കളിൽ നിന്നും NIT-കളിൽ നിന്നുമൊക്കെ വർഷാവർഷം ഒരുപാട് കഴിവുകളും പ്രാഗൽഭ്യവുമുള്ള വിദ്യാർത്ഥികളാണ് പുറത്തിറങ്ങുന്നത്. സുന്ദർ പിച്ചയെ പോലെ ലോകത്തിൻ്റെ നെറുകയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇന്ത്യൻ എഞ്ചിനീയർമാർ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നിങ്ങൾക്കും സാധിക്കാത്തതായി ഒന്നുമില്ല. പവൻകുമാർ ചന്ദനയെ പോലെ നാളെ നിങ്ങളും ചരിത്രമെഴുതും. താങ്ക് യു.